പറഞ്ഞിട്ട് മിന്നാരം മിനുങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി കുടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരവ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരവ. കിലുകിലകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടുതുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വയ്ക്കുന്നേ. പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് കോമഡി സൂപ്പർ നൈറ്റ് 2 ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഈ വർഷത്തെ ഏറ്റവും മികച്ച അവതാരകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഒരു നടനാണ് ഗോവിന്ദ് പത്മസൂര്യ. ഒരുപാട് സന്തോഷമുണ്ട് GP ഞങ്ങളെ കോമഡി സൂപ്പർ നൈറ്റ് 2 വേദിയിൽ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു മുഹൂർത്തത്തിനായിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ ഹോസ്റ്റ് ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമിൽ ഇദ്ദേഹം കയറി വന്ന് അവിടെ സ്റ്റാർ ആയി പോയി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാലമായിട്ട് ഒരു പ്രതികാര ദാഹവുമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തിരിച്ചു തരണം സ്റ്റാർ ആയി തോന്നുന്നുണ്ടല്ല, സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അതിനുള്ള രണ്ടും അപ്പുറത്തും നിൽക്കുന്നത്. കഴിഞ്ഞ തവണ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ സ്റ്റാർ ആയിട്ടാണ് പോയത്. ഇവിടെ ഞാൻ പോകുന്നതിന് മുമ്പ് എന്നെ സ്റ്റാർ ആക്കി വിടണം. അതാണ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം. 100%. എന്തൊരു അടിപൊളിയായിട്ടിരിക്കുന്നു അല്ലേ? എന്താണ് എല്ലാവരും ഇങ്ങനെ പച്ച ഉടുപ്പിട്ടിട്ട്? ഞങ്ങളൊരു ഗ്രൂപ്പാണ്. അപ്പോ GP ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വിശേഷം ഇപ്പോൾ കഴിഞ്ഞു. സംസ്ഥാന അവാർഡും ഏറ്റവും മികച്ച അവതാരകനുള്ള സംസ്ഥാന അവാർഡ് GP കിട്ടി. എല്ലാവരും ഒരു കൈയടി കൊടുത്തോളൂ. ഒരു കാര്യം കൂടെ ഉണ്ട്, GP കോമഡി സൂപ്പർ നൈറ്റിനും സംസ്ഥാന അവാർഡ് കിട്ടി. അപ്പൊ ഒരു സംസ്ഥാന അവാർഡിന്റെ ഒരു കൂട്ട സമ്മേളനമാണ് ഇവിടെ നമ്മള്. GP വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയൂ, ഞങ്ങൾ രണ്ടുപേരും പുതിയ ആളുകളാണല്ലോ ഈ ഷോ ഹോസ്റ്റ് ചെയ്യലും പരിപാടിയൊക്കെ. ആക്ച്വലി ഞാൻ ഈ ഷോ ഹോസ്റ്റ് ചെയ്യാനുള്ളതിന്റെ ഒരു മെയിൻ കാരണം GP ആണ്. കാര്യം എന്താണെന്നറിയൂ, നമ്മൾ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചു. പക്ഷെ എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു അവിടെ കുറച്ചും കൂടി വിസിബിലിറ്റി വേണം. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ വന്നു. അത് ഒന്നുമില്ല,
അപ്പൊ GP വരുന്നതിന് മുമ്പ് ഇപ്പോ എന്തായാലും കേരള സർക്കാർ വരെ അംഗീകരിച്ച് തന്നിട്ടുള്ള ഒരു അവതാരകനാണ് നിങ്ങൾ. അപ്പോ ഒരു നല്ല ഹോസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വേണ്ട ക്വാളിറ്റീസ് എന്താണ്? അതായത് സമയപരിമിതി കൊണ്ട് കുറച്ച് നല്ല ടിപ്സ് എന്ന് ഞങ്ങളെ സഹായിക്കുക. ഞാനേ ഒരു കാര്യം പറയട്ടെ. മുമ്പ് എന്റെ ഷോയില് ഹോസ്റ്റായി വന്നപ്പോ ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു. വിനയ് വളരെ ഈസി ആയിട്ടാണ് ഓരോ ക്യാരക്ടറിലേക്കും കിടക്കുന്നത്. ഒരു അഭിനയം എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഇദ്ദേഹം എന്തായാലും വന്ന് ഇത്ര വളരെ കൂളായിട്ട് എല്ലാ സിനിമയിലും മനോഹരമായിട്ട് അഭിനയിക്കുന്നു, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആ സ്റ്റേജിൽ കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ ആവശ്യമായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, വിനയ് കുറച്ച് ഒരു 2 മിനിറ്റിനുള്ളിൽ കുറച്ച് റൊമാൻസിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ഗുണമുണ്ടല്ലോ. അപ്പൊ വിനയ് പറഞ്ഞത്, അതങ്ങനെ പറയാനൊന്നും പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറെ പ്രിപ്പറേഷൻസിന്റെ ഒരു ആവശ്യമുണ്ട്. അതൊരു മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറെ അവിടുന്ന് ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന് മനസ്സിലാവാത്ത കുറെ ഭാഷകൾ പറഞ്ഞ് എന്നെ അവിടെ ഇട്ട് പോയില്ലേ. ഇപ്പൊ ഇവിടെ വന്നപ്പോ സ്റ്റേറ്റ് അവാർഡ് എവിടുന്ന് കിട്ടിയെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു. അപ്പോ ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഗോവിന്ദ് പത്മസൂര്യ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. പ്രേതാണോ ഞാനോ? അതിനകത്ത് ഞങ്ങൾ എല്ലാവരും പ്രേതങ്ങളാണ്. ഞങ്ങൾ ഫുൾ കാസ്റ്റ്, ഡയറക്ടർ അടക്കം. ഡയറക്ടർ ചെകുത്താൻ. അതെ, രഞ്ജിത്തേട്ടൻ ഈ ഷോ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ വിനയ് ഫോട്ടോ ആണെന്ന് പറഞ്ഞു. രഞ്ജിത്തേട്ടൻ ആലോചിച്ചില്ലായിരുന്നു, അല്ല അടുത്ത പടത്തിൽ വിനയ് എങ്ങനെയുണ്ട് ആക്ടർ, അടുത്ത പടത്തിലൊന്ന് കാസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ. രഞ്ജിത്തേട്ടൻ ചെകുത്താൻ എന്നാണ് ആ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. GP പറഞ്ഞ് പ്രേതമാണോ, ഞങ്ങളൊക്കെ പ്രേതമാണെന്ന് പറഞ്ഞു. അപ്പൊ സംവിധായകൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് ഗ്രേഡ് കൂട്ടി, ചെകുത്താൻ അല്ലേ അതെ വിളിച്ചത്. പ്രേതം വളരെ രസകരമായിട്ടുള്ള സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു വെറും ഒരു പേടിപ്പിക്കൽ സിനിമ പോലെയുള്ള സിനിമയല്ല, അതൊരു ഹൊറർ കോമഡിയാണ്. കുറെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്. അതില്ലാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ക്രൂ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ടറിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ഞാൻ പാവം, കൂട്ടത്തിൽ ഒരാൾ മാത്രം, അജു വർഗീസ്, ഷറഫുദ്ദീൻ, പേളിമാനി, ധർമ്മജൻ, ഇതിനൊക്കെ പോരാണ്ട് ജയസൂര്യ, ഇവരെല്ലാവരും ആ പാവ രഞ്ജിത്തേട്ടൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഞാനും. അപ്പൊ ആ സിനിമയുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല അല്ലേ? എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് എല്ലാ ആക്ടേഴ്സും ഭയങ്കര ലൈവ്ലി ആയിരുന്നു. ഇപ്പൊ ഷറഫുദ്ദീൻ ആണെങ്കിലും അജു ഒക്കെ ആണെങ്കിലും ഒക്കെ ഈ കൗണ്ടേഴ്സ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാശിയൊക്കെ എടുത്തിരിക്കുക. അപ്പോൾ എല്ലാം ഇംപ്രവൈസ് ചെയ്യുക. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഞങ്ങൾ ഓടുകയാണ്. അപ്പോൾ ധർമ്മേട്ടൻ വന്ന് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് തെങ്ങ് കയറാനൊക്കെ വളരെ ഈസി ആയിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് ഇംപ്രവൈസ് ചെയ്യാം. അപ്പോൾ അദ്ദേഹം ഓടി വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഓടി വന്നിട്ട് തെങ്ങിൻ്റെ മേലേക്ക് കയറാം. അപ്പോൾ അജു ഇവിടെ ഒരു ഇംപ്രവൈസേഷൻ വന്നില്ലേ, ഞാനൊരു സാധനം ഇംപ്രവൈസ് ചെയ്യും, അത് ടേക്കിലായിരിക്കും. കഴിഞ്ഞു, ആക്ഷൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഓടി. അപ്പോൾ ഞങ്ങൾ ഓരോ ആൾക്കാർ ഓരോന്ന് ചെയ്തു. ഞങ്ങൾ ബെഞ്ചിൻ്റെ മേലെ കൂടെ ഓടി. ധർമ്മേട്ടൻ നേരെ തെങ്ങിൻ്റെ മേലെ കയറി. അപ്പോൾ അജു വന്നിട്ട് അജു ചെയ്ത് ഇംപ്രവൈസേഷൻ അറിയോ, ഈ തെങ്ങിന്റെ മേലെ കയറി നിൽക്കുന്ന ആളുടെ കാലിന്റെ മേലെ കയറി പിടിച്ച് തൂങ്ങിക്കിടക്കുക. എന്നിട്ട് ധർമ്മജനും അജുവേട്ടനും എല്ലാവരും കൂടെ നിലത്ത് വീണു കഴിഞ്ഞിട്ട് ടേക്ക് ഓക്കെ ആയി, ഭയങ്കര തമാശയാണ്, എല്ലാവരും ചിരിച്ചു. എഴുന്നേറ്റ് നോക്കുമ്പോൾ ധർമ്മജേട്ടൻ്റെ ഈ കൈയും മൊത്തം അവസ്ഥയായിരുന്നു. പിറ്റത്തെ ദിവസം മുതൽ അജു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ രഞ്ജിത്തേൻ്റെ അടുത്ത് പോയിട്ട് ആ സീൻ കട്ട് ചെയ്യരുത് കേട്ടോ, ആ സീൻ കട്ട് ചെയ്താൽ ധർമ്മേട്ടൻ വീട്ടിൽ കയറി വിട്ടു. അതായിരുന്നു അവസ്ഥ. അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഓരോ സീനുകളും മുന്നോട്ട് പോയിരുന്നത്. എന്തൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കും, അത് നമ്മളുടെ ജീവൻ വരെ പണയപ്പെടുത്തിയിട്ടാണ് ഓരോ ആൾക്കാർ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പ്രേതം എന്നുള്ള ടൈറ്റിൽ ചുമ്മാ അല്ല. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ GP ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വാർത്ത അറിഞ്ഞത് ഭയങ്കര രസകരമായ ഒരു ഇൻസിഡന്റ് ആണ്. ആ ഇൻസിഡന്റ് GP ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് പറയും. സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ദിവസം, സ്റ്റേറ്റ് അവാർഡിന്റെ അനൗൺസ്മെന്റ് അന്നാണെന്ന് അറിയണ്ടായിരുന്നു. അപ്പൊ ആദ്യം എൻ്റെ അടുത്ത് അജു ആണ് ഇത് വന്ന് പറഞ്ഞത്. അതിനകത്ത് ഇങ്ങനെ എല്ലാവരും ഓരോ തരികിടകളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരാൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിശ്വസിക്കില്ല. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പണി വരാം. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ദിവസം അജു വന്നിട്ട് പറഞ്ഞു, അളിയാ കൺഗ്രാറ്റ്സ് ഫോർ വിന്നിംഗ് ദ സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ആങ്കർ. വെറുതെ നിൽക്കുമ്പോൾ ഒരാളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പൊടപുല്ലേ, എന്നെ കളിയാക്കണം, പൊടപുല്ലേ. കുറച്ച് കഴിഞ്ഞ് അജു ഇങ്ങനെ നോക്കുന്നുണ്ട്. അജു അനൗൺസ് ചെയ്തു, GPക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയോണ്ട് ഇന്ന് GP ആണ് ഇവിടെ ചെലവ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഒരാളെ ആക്കുന്നതിനൊരു പരിധിയില്ല, ഇത്രയും ആൾക്കാരുടെ ഇടയിലിട്ട് ആക്കരുതല്ലോ. അപ്പൊ ഞാൻ ഫോൺ കുറച്ച് നേരമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ അജു ഇങ്ങനെ ദൂരെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ നോക്കുന്നു, പിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എന്താണ് പറ്റിയത് എനിക്ക് മനസ്സിലാവില്ല. 2 മണിക്കൂർ ഞാൻ ഫോൺ നോക്കിയപ്പോഴാണ് അതിനകത്ത് ഒരുപാട് മിസ് കോളുകളും ഒരുപാട് SMS-കളും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ടുണ്ട്. നോക്കി നോക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ഞാൻ വേഗം പോയിട്ട് അളിയൻ്റെ അടുത്ത്, അജു അളിയോ താങ്ക് യുടാ. അപ്പം പോടാവില്ലേ. അപ്പൊ അവൻ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോടാവില്ലേ എന്ന് പറഞ്ഞപ്പോ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോ സ്റ്റേറ്റ് അവാർഡ് ഇവന് കിട്ടിയില്ലേ, എനിക്ക് തെറ്റുപറ്റിയതാണോ. പിന്നെ അവൻ വിചാരിച്ചു ഇവന് സ്റ്റേറ്റ് അവാർഡിനൊന്നും ഒരു വിലയില്ല, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴേ പോടാ പുല്ലേ, ഇതാണ് അവസ്ഥ. എന്നിട്ട് ഇവൻ നോക്കുന്നേ
ഇങ്ങനൊരു അഹങ്കാരിയോ അവതാരകൻ, മികച്ച അവതാരകന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് അവൻ അവിടെ ഇവിടെ തേരാപാട് നടക്കുന്നു. അപ്പൊ ഇതായിരുന്നു ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ്. ഞാൻ ഫേസ്ബുക്കില് കുറെ നാൾ മുമ്പ് നോക്കി കഴിഞ്ഞപ്പോ ഒരുപാട് ഗോസിപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ജിപിനെ വെച്ചിട്ട്. ഈ ഒരുപാട് ഇറങ്ങിയോണ്ട് ഏതാന്ന് എടുത്തു പറഞ്ഞാലേ മനസ്സിലാവും. അതല്ലേ? അതെ, അതെ, ജിപി സ്ഥിരമായിട്ട് ഒരു നടിയുടെ കൂടെ തന്നെ അഭിനയിക്കുന്നു, അങ്ങനെയുള്ള ഒരു ഗോസിപ്പ് ഒക്കെ അത് ഏത് നടിയാണ്? അതെ, പേര് പറയൂ. മിയനെ കുറിച്ച് ഗോസിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതെ, അത് നീ പേളിയാണോ വേറെ ആരെങ്കിലും അറിയില്ലോ. ഞാനായിട്ട് കുറെ പേരുകൾ പുറത്ത് പറയാൻ പാടില്ല. സിംഗിൾ ആണോ അതോ റിലേഷൻഷിപ്പിലാണോ? ഇത്രയും പെമ്പിള്ളേരുടെ പേര് വെച്ചിട്ട് എന്നെ പറഞ്ഞിട്ട് ഞാൻ സിംഗിൾ ആണോ നിങ്ങൾ ചോദിക്കുന്നത് തെറ്റല്ലേ? എന്ത് തെറ്റ് അറിയണ്ടേ? കല്യാണമാണെന്നോ അങ്ങനെ എന്തോ അതും കേട്ടു ഞാൻ. അതും കേട്ടു. ആ, ഒരുപാട് ഗോസിപ്പുകൾ കേട്ടു. മിയയുടെ പേര് കേട്ടു, വേറെ ഏതൊക്കെയോ പേരുകൾ കേട്ടിട്ടുണ്ടായിരിക്കും കുറച്ച് മുമ്പ്. അങ്ങനെ കേട്ടു. കല്യാണാണെന്ന് കേട്ടു, കല്യാണം കഴിഞ്ഞു എന്ന് കേട്ടു. വിനയന്റെ ഒരു അവസ്ഥ എന്താ ഇപ്പൊ? ഇതൊക്കെ കൂടി കേട്ടപ്പോ വിനയുടെ ഇപ്പൊ എന്താണ് വിനയ്ക്ക് എന്താ തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല. ഒരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. അല്ല, എന്താ സംഭവിച്ചത്, എന്താ സംഭവിക്കുന്നത്, അങ്ങനെ ഒരു തോന്നല് ചെറുതായിട്ട്. അതന്നെ ഇപ്പൊ എന്റെ തോന്നുന്നു. എന്തൊക്കെ സംഭവിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തൊക്കെയോ സംഭവിക്കുന്നു. ഞാൻ തന്നെ അറിയാതെ എന്റെ കല്യാണം കഴിയുന്നു, ഞാൻ തന്നെ അറിയാതെ എനിക്ക് എഫ്ഐആർ ഉണ്ടാവുന്നു. ഏറ്റവും ചെറിയ പക്ഷെ ആളുകൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. അത് നല്ല കാര്യമല്ലേ? അത് വളരെ നല്ല കാര്യമല്ലേ? അതെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഇപ്പോഴും സിംഗിൾ ആണോ അത് പറഞ്ഞില്ല. ഞാൻ സിംഗിൾ ആണ്. ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്നോ? എപ്പോഴായിരുന്നു അങ്ങനെ ഒരു ട്രിഗർ ഉണ്ടായത്? എനിക്കൊരു ആക്ടർ ആവണം ലൈഫിൽ എന്നുള്ള. LKG പഠിക്കുമ്പോൾ ആണ് ആദ്യമായിട്ടൊരു വലിയ സദസ്സിനെ ഫേസ് ചെയ്യുന്നത്. അന്ന് ആനുവൽ ഡേന് LKG പഠിക്കുന്ന ഒരു കുട്ടി എടുത്താ പൊങ്ങാത്ത ONV സാറിന്റെ പാണന്റെ ദുഃഖം എന്നുള്ള കവിത ചൊല്ലിക്കൊണ്ട് കൊഞ്ചൽ മാറാത്ത പ്രായത്തിൽ പാണന്റെ ദുഃഖം ചൊല്ലിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയാലോ. അപ്പൊ ഇതിങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ കണ്ട് ഇത്ര ആൾക്കാരെ കണ്ട് പേടിച്ച് പകച്ച് ഞാൻ ഈ പാണന്റെ ദുഃഖം ചൊല്ലിക്കഴിഞ്ഞപ്പോ ഈ പയ്യന്റെ ഒരു അവസ്ഥയും അവൻ എടുത്ത വെയിറ്റും കണ്ട് ആൾക്കാരെല്ലാരും കൂടി കൈയടിച്ചു. ആ മൊമെന്റിലാണ് എനിക്ക് തോന്നിയത് സുഖമുള്ള ഏർപ്പാടാണല്ലോ ഈ കയ്യടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ കയ്യടി കിട്ടുക എന്നുള്ളത് ഒരു ഹരമായി മാറി. കൈയടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അവിടെ എല്ലാരും കൂടെ നല്ലൊരു കൈയടി കൊടുത്തോളൂ. കയ്യടിക്ക് വേണ്ടി എന്തും ചെയ്യുന്നതാണ് ജിപിയുടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ജിപിയുടെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം അല്ലേ? കവിത അല്ല, കവിതയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കാര്യം ചെയ്യാം. ഒരു കവിതയല്ല. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ. തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു ശവകുടീരങ്ങളിൽ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മൃത്യു ജീവാണുക്കൾ കൊത്തി വിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണന് ഉള്ളിലൊരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലങ്കും കെട്ടി ഓടി നടക്കുന്നു പിന്നെയും മൈഥിലി. ജിപി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടറാണ്.
വിജയാണ്, പുറത്ത് ഒരുപാട് ഷോസ് ഒക്കെ പോയി MC ചെയ്യാറുണ്ട്, ഡാൻസറാണ്, ഇവിടെ ഇപ്പൊ കവിത ചൊല്ലിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെ ഉണ്ടാക്കി ഈശയിൽ ബാക്കി? ഓട്ടംതുള്ളൽ, കഥകളി? അല്ല, ഞാൻ ഈ പറഞ്ഞില്ലേ, ഇതൊക്കെ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതലേ ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ജാക്ക് ഓഫ് മെനി ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഓഡിയൻസിന്റെ മുമ്പിൽ എത്തുക എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഇതിങ്ങനെ ഓരോന്ന് പഠിച്ചിട്ടുണ്ടാക്കുന്നത്. കഥാപ്രസംഗം കണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. കഥാപ്രസംഗം ചെയ്യോ? കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് ലൈറ്റ് മ്യൂസിക്കിനും റെസിറ്റേഷനൊക്കെ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. കഥാപ്രസംഗത്തിന് 2 പേരോട്ടുണ്ടായിരുന്നു. അപ്പൊ കേറിയ സെക്കൻഡ് കിട്ടുന്നുള്ള ഉറപ്പില് ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോ പക്ഷെ 3ാം ക്ലാസ്സിലെ കഥാപ്രസംഗം ആയതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെയും പൊട്ടുമുടിയോ ഓർമ്മയുള്ളൂ. ഇതിന്റെ കഥാതന്തു എന്താ അറിയോ? മാവേലി മുത്തച്ഛൻ പച്ചക്കറികളെയൊക്കെ ഓണത്തിന് കാണാൻ പോവാണ്. എന്നിട്ട് ഈ പച്ചക്കറികളിൽ ഏറ്റവും നല്ല പച്ചക്കറി ആരാണെന്ന് നിശ്ചയിക്കുകയാണ്. അപ്പൊ പച്ചക്കറികളെല്ലാം ഇങ്ങനെ ഉടുത്തൊരുങ്ങി റെഡി ആയിട്ട് മാവേലി മുത്തച്ഛനെ കാണാൻ വേണ്ടി റെഡി ആയി നിൽക്കുക. എന്നിട്ട് മാവേലി മുത്തച്ഛൻ മാർക്കിടും. ബേസിക്കലി ഇതാണ് പശ്ചാത്തലം. അത് അവതരിപ്പിക്കാൻ പോവല്ലേ? കുറച്ച് ഞാനിങ്ങനെ കുറച്ചായി അവതരിപ്പിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടുമുടിയോ ഓർമ്മയുള്ളൂ. ഇടയ്ക്ക് അങ്ങടും ഇടയ്ക്ക് ഇങ്ങടും. അപ്പൊ പച്ചക്കറികൾ നിരന്ന് നിൽക്കുകയാണ്. അപ്പൊ നിരന്ന് നിൽക്കുമ്പോ എന്തൊക്കെ പച്ചക്കറികൾ ഉണ്ട് എന്നൊക്കെ ബൈഹാർട്ട് പഠിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയുണ്ട്? പച്ചക്കറികളെല്ലാം നിരന്ന് നിൽക്കുകയാണ്. എല്ലാ പച്ചക്കറികളും ഉണ്ട്. അച്ചങ്ങ, പീച്ചങ്ങ, വഴുതനങ്ങ, പടവലങ്ങ, ക്യാബേജ്, മുള്ളങ്കി, തക്കാളി, വെണ്ടയ്ക്ക, പാവയ്ക്ക, വാഴയ്ക്ക, കക്കരിക്ക, വെള്ളരിക്ക, മുരിങ്ങക്കായ, അങ്ങനെ ഒരുപാട് പച്ചക്കറികൾ. ഇതെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറികൾ. ആരാണ് മീതെ ആരാണെന്ന്. അപ്പൊ പീച്ചിങ്ങ ചേട്ടൻ ഇങ്ങനെ കിടന്നിട്ട് ബടായി വിട്ടോണ്ടിരിക്കുക. അത് കേട്ടിട്ട് തക്കാളി അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്ത് പറഞ്ഞു? പീച്ചാങ്കുഴലേ പീച്ചിങ്ങേ നീ ചുമ്മാ ഞെളിയാൻ നോക്കേണ്ട. പീച്ചാങ്കുഴലേ പീച്ചിങ്ങേ നീ ചുമ്മാ ഞെളിയാൻ നോക്കേണ്ട. പച്ചക്കറികളിലേറ്റവും മുൻപൻ ഞാനാണല്ലോ തക്കാളി. പച്ചക്കറികളിലേറ്റവും മുമ്പൻ ഞാനാണല്ലോ തക്കാളി. തക്കാളി അമ്മയുടെ പരിഹാസം പടവലങ്ങാച്ചേട്ടന് ഒട്ടും ഇഷ്ടമായില്ല. പടവലങ്ങാച്ചേട്ടൻ വിട്ടുകൊടുത്തില്ല. പടവലങ്ങാച്ചേട്ടനും പാടി മിണ്ടാണ്ടിരിയടി കുണ്ടാമുണ്ടി തക്കടി മുണ്ടി തക്കാളി. മിണ്ടാണ്ടിരിയടി കുണ്ടാമുണ്ടി തക്കടി മുണ്ടി തക്കാളി. പച്ചക്കറികളിൽ ഏറ്റവും മുമ്പൻ പടവലമല്ലാതാരുണ്ട്. മിണ്ടാണ്ടിരിയടി കുണ്ടാമുണ്ടി തക്കടി മുണ്ടി തക്കാളി. പച്ചക്കറികളിൽ ഏറ്റവും മുമ്പൻ പടവലമല്ലാതാരുണ്ട്. പടവലങ്ങാച്ചേട്ടന്റെ കളിയാക്കൽ കേട്ട് തക്കാളി അമ്മയുടെ മുഖം ചുവന്നു. അവൾ ഉരുണ്ട് ചെന്ന് പടവലങ്ങാച്ചേട്ടന്റെ പിള്ളിലേക്ക് ഒരു ഇടി കൊടുത്തു. പടവലങ്ങാച്ചേട്ടൻ പാഞ്ഞു ചെന്ന് തക്കാളി ചേട്ടന്റെ മുഖത്തേക്ക് ഒരു ചവിട്ട് കൊടുത്തു. തക്കാളി ചേട്ടൻ ഓടിച്ചെന്ന് കുമ്പളങ്ങാച്ചേട്ടന്റെ കുമ്പയിലേക്ക് ഒരു ഇടി കൊടുത്തു. പിന്നെ എന്തൊക്കെ ഉണ്ടായെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. ബാക്കിയൊക്കെ ഞാൻ മറന്നുപോയി. 3ാം ക്ലാസ്സിലേ നമ്മൾ ഈ പുസ്തകം പഠിക്കൂലേ, പാഠപുസ്തകം പഠിക്കുന്ന പോലെ ഇങ്ങനെ അച്ചിങ്ങ മത്തങ്ങ പീച്ചിങ്ങ വഴുതനങ്ങ പടങ്ങ ക്യാബേജ് മുള്ളങ്കി തക്കാളി വെണ്ടയ്ക്ക പാവയ്ക്ക വാഴയ്ക്ക വെള്ളരിക്ക മുരിങ്ങക്കായ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാക്കിയിട്ടാണ് കഥാപ്രസംഗം ചൊല്ലുന്നത്. 3ാം ക്ലാസ്സിലല്ലേ ചെയ്തത്? കവിത എത്രയിലായിരുന്നു? കവിത ഒരു 10ാം ക്ലാസ്സിലായിരുന്നു. അതെ, ഇപ്പോഴും 3ാം ക്ലാസ്സിൽ തന്നെ കഥാപ്രസംഗം നിൽക്കുകയും കവിത 10ാം ക്ലാസ് വരെ എത്തി. അപ്പൊ ഈ പ്രായത്തിൽ വേണം എന്തെങ്കിലുമൊക്കെ ഇനി പഠിച്ചുണ്ടാക്കാൻ. ഈ കഥാപ്രസംഗത്തിന് ആരും കൈയടിച്ചില്ലേ? സോറി, കഥാപ്രസംഗത്തിൽ മുഴുകിപ്പോയിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ ചോദിച്ച് കൈയടി വാങ്ങിച്ചത്. പ്രത്യേകിച്ചും ജിപിക്ക് കൈയടി ഇത്രയും ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ കൈയടിച്ചോണ്ടിരിക്കണം. എടുത്തിട്ടടിക്കാൻ പാടില്ല എന്ന് മാത്രം. അതെ കേട്ടോ. അപ്പോ ആദ്യം തന്നെ ജിപി നമുക്ക് വേണ്ടി ഒരു കവിത ചൊല്ലി, പിന്നീട് കഥാപ്രസംഗം പറഞ്ഞു. ഇനി ഒരു അടിപൊളി നാടൻ പാട്ടാണ് ജിപിയുടെ വക. ഒരു അടിപൊളി കൈയടി. അതെ, അത് പറയാൻ പോയല്ലേ. അപ്പോ പാട്ട് ആവല്ലേ അല്ലേ? കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച്. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച്. കാത് കുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാത് കുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച്. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച്. കാത് കുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ.
കാത് കുത്താൻ എപ്പ വരും നിന്റെ മറന്നാല് പൊന്നേ കോമഡി സൂപ്പർ നൈറ്റ് 2 എന്ന പരിപാടിയുടെ ഹൈലൈറ്റ് എപ്പോഴും ഈ പരിപാടിയിലെ ഉഗ്രൻ സ്കിറ്റുകളാണ്. അപ്പോൾ GPക്ക് വേണ്ടിയിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള സ്കിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഗസ്റ്റ് സീറ്റിൽ പോയിരുന്നിട്ട് ആ സ്കിറ്റ് അല്ലേ? എന്തൊരു സൗണ്ട് ഇത് ചേട്ടാ, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ? ധോണി അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും വോളിയം കുറക്കൂല. നിങ്ങൾ പോയേ. രാവിലെ മുതൽ ടിവിയുടെ മുമ്പിൽ കുത്തിയിരിക്കുക ഒരു മുടിഞ്ഞ ക്രിക്കറ്റ് കാണാൻ. ഞാൻ ഇവിടെ എത്ര നേരം എങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്ന് എന്നെ ഒരു കൈ സഹായിക്കാൻ. അതെങ്ങനെയാ? അങ്ങേരെ വിചാരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ടിവിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് ക്രിക്കറ്റ് കളി കണ്ടു കഴിഞ്ഞാൽ സച്ചിൻ തെണ്ടുൽക്കറെ ഈ വീട്ടിലേക്ക് പച്ചക്കറിയായിട്ട് വരും, പിന്നെ ധോണി പലചരക്കായിട്ട് വരും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുശലാന്വേഷിക്കാൻ സൗരവ് ഗാംഗുലി വരും. കാരണം ഗാംഗുലിയുടെ പെങ്ങളെയാണല്ലോ അങ്ങേര് കെട്ടിയേക്കണത്. എനിക്ക് കാണും, മതിയാവുന്നോടെ വരെയെന്ന് കാണും. ടെൻഷൻ 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 എടിയേ, മൊത്തം ടെൻഷനാണ്. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കലായിരുന്നു. എടി ധോണി 99 നിൽക്കാണ്. അതുകൊണ്ട് ഒരു റൺസും കൂടി എടുത്ത പുള്ളിക്ക് സെഞ്ചുറി അടിക്കാം. പക്ഷെ ഒരു ഓവർ കിട്ടിയിട്ട് പുള്ളി ഇങ്ങനെ മുട്ടി നിൽക്കടി. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ഒന്നും നോക്കടി. ഞാനോ? എനിക്കത് കാണാൻ പറ്റില്ല. ഞാൻ പാത്രം കഴിക്കൊണ്ടിരിക്കല്ലേ. ചെല്ലി, നമ്മുടെ പാത്രം കഴുകലാണ് ധോണിന്റെ സെഞ്ചുറിയാണ് വലുത്. ചെല്ലി 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 പെട്ടതല്ലേ. സെഞ്ചുറി. അയ്യോ ചേട്ടാ, ധോണിയില്ലേ? ധോണി 99 ഔട്ടായി. ഞാനാണെങ്കിൽ ആ ടിവിയുടെ മുമ്പിലേക്ക് അയ്യോ അത് ശരി. അപ്പോഴേക്കും ടെൻഷൻ അടിച്ച് ബോധം കെട്ടാ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു മണോണാഞ്ച കെട്ടിയോനെയാണല്ലോ നീ എനിക്ക് തന്നത്. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം കേട്ടാ മതി, അപ്പോഴേക്കും ടെൻഷൻ അടിച്ച് ബോധം കെടും. നിങ്ങൾക്കറിയാവോ, പണ്ട് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തെ, എന്റെ പ്രസവ സമയത്ത് സിസേറിയൻ വേണമെന്ന് സിസ്റ്റർ വന്ന് പറയല്ല, ഇയാൾ അപ്പൊ തന്നെ അവിടെ ബോധം കെട്ടി വീണു. പിന്നെ ഇങ്ങനെ ICU കയറ്റിയതിന് ശേഷം എന്റെ സിസേറിയൻ നടന്നത്. എന്റെ ഒരു തലവിധി. ചേട്ടാ ചേട്ടാ, ധോണി സെഞ്ചുറി. ധോണി ധോണി എന്റെ മനുഷ്യ, ഏതോ ഒരുത്തൻ ക്രിക്കറ്റ് കളിയിൽ തോറ്റനി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? പിന്നെ നമ്മ ടെൻഷൻ അടിക്കാതിരിക്കൂലടി. അതെ, ധോണി ക്രിക്കറ്റ് കളിച്ച് കോടികളാ മേടിക്കണത്. നിങ്ങളോ ടെൻഷൻ അടിച്ച് കുറെ മരുന്നും. ധോണി കോടികൾ മേടിക്കുമ്പോ ഞാൻ ടെൻഷൻ അടിച്ച് മരുന്നെങ്കിലും മേടിച്ചില്ലെങ്കിൽ ധോണി എന്ത് കരുതോടി. നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. എനിക്ക് അതല്ല ടെൻഷൻ. 99 ഔട്ടായതിന്റെ നിരാശ കൊണ്ട് നീ മെസ്സി കാണിച്ച പോലെ ധോണി കളിയിലെങ്ങാൻ വിരമിച്ചാലല്ല ദാ ഉത്തരത്തമ്മ കെട്ടി തൂങ്ങിട്ടാണ്. നിങ്ങൾക്ക് ധോണിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ. എനിക്ക് നമ്മുടെ മോളുടെ കാര്യം. നമ്മുടെ മോക്കെന്താ കുഴപ്പം? ചേട്ടാ, അവള് 10ാം ക്ലാസ്സിലല്ലേ, ഇന്ന് അവൾക്ക് കണക്കിന്റെ പരീക്ഷയാ. അതിനെന്താ കൊച്ചിന് ഇന്നലെ രാത്രി 12 മണി വരെ കണക്ക് ഞാൻ ഇരുത്തി പഠിപ്പിച്ചിട്ട് അവൾ അങ്ങോട്ട് വിട്ടേക്കണത്. അതൊക്കെ ശരിയാ. അവള് പരീക്ഷയ്ക്ക് പോയപ്പോ പേന എടുത്തോന്നൊരു സംശയം. പേന എടുത്തില്ലേ? എന്റെ ദൈവമേ, അമ്പലത്തിൽ പൂജാരിന്റെ അടുത്ത് പൂജിച്ചു കൊണ്ട് കൊടുത്ത പേന നീ മറന്നിട്ടുണ്ടാവും. നീ കൊടുത്തിട്ടുണ്ടാവില്ല എന്റെ കൊച്ചിന്. അല്ല, കൊടുത്തു, പേന കൊടുത്തു. ടെൻഷൻ അടിക്കണ്ട, പേന കൊടുത്തു. ഞാൻ എടുത്തു വെച്ചു കൊടുത്തു. സത്യമാണോ? കൊടുത്തു. ഒരു പൂജാരി പൂജിച്ച പേന. എന്താണ്? 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോറ്റ് തുന്നം പാടിയ സുനിയല്ലേ അവിടുത്തെ പൂജാരി. അവൻ പൂജിച്ച പേന കൊണ്ട് ഇപ്പൊ എന്റെ മോള് പരീക്ഷ എഴുതിയല്ലോ. അങ്ങനെ സുന്ന കുറ്റം പറയല്ലേ. അവൻ 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോറ്റെങ്കിൽ എന്താണ്? ഇപ്പൊ അവന്റെ മുമ്പിലെ കളക്ടറും പോലീസുകാരും വന്ന് ഓച്ചാനിച്ചിരിക്കണ. എന്തിനാന്നറിയാം ചരടിയെ വെച്ച് കിട്ടാനായിട്ട്. സുനിയുടെ നീ കുറ്റം പറയല്ലേ. അയ്യോ, എന്ത് പറ്റി? ഒന്നുമില്ല. ഇല്ല, എന്തോ ഉണ്ട്. എന്നോട് പറ. അതെ, മോള് പരീക്ഷയ്ക്ക് പോയപ്പോ ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്തിട്ടില്ല. ടിവിയുടെ മുകളിലിരിപ്പുണ്ട്. നീ കൊടുത്തയച്ചില്ല. എന്റെ ദൈവമേ, പരീക്ഷ ഹാളിൽ വെച്ച് എന്റെ കൊച്ചു പൊട്രാക്ടർ അന്വേഷിച്ച് പൊട്ടം കളിച്ച പോലെ നടക്കില്ല. എന്റെ ദൈവമേ, ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്തു. ഞാനാ കൊടുത്തത്. ഉറപ്പാണോ? കൊടുത്തത് ഞാനാണ്. എനിക്ക് എന്തായാലും കിട്ടിയാൽ മതി. നിനക്കറിയാലോ, പല കറങ്ങി ഞാൻ വീടല്ലേ, ഞാനാണ് കൊടുത്തത്. പിന്നെ പോവാൻ നേരത്തെ അവള് പറയുന്നുണ്ടായിരുന്നു അവക്ക് ഭയങ്കര തലവേദനയാണ്. അയ്യോ, കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഓർക്കൊളച്ച് പഠിച്ചതല്ലേ. പക്ഷെ ഞാൻ ബാം എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അവള് ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞു. ഇനി ക്ലാസ്സിൽ ചെന്ന് പരീക്ഷ എഴുതണേന്റെ സമയത്ത് അവക്ക് തലവേദനയെങ്കിലും വന്ന ദൈവമേ, എന്റെ മോള് പഠിച്ചതെല്ലാം മറക്കും. 4 മണി മുതൽ
പഠിച്ചതെല്ലാം മറക്കും ഈശ്വര. അവള് പരീക്ഷയ്ക്ക് തോക്കും. ദേ കിടക്കുന്നു എന്റെ അടുത്ത തലവേദന. ദേ മനുഷ്യ, നീ എണീക്കാൻ. A square minus B square. A square minus B square. ഉച്ച വീക്കുവെച്ച നടല്ലോ. എന്താ ഇത്? ഒന്ന് എഴുതേറ്റേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? മോളെന്തെങ്കിലും എഴുതൂ. എഴുതൂ, നിങ്ങൾ എഴുതേക്ക്. മനുഷ്യനെ വെറുതെ ആദ്യം പിടിപ്പിക്കാൻ. അതെ, ടെൻഷൻ ഒന്നും അടിക്കണ്ട, റിലാക്സ് ആയിട്ട് ഇവിടെ നിൽക്ക്. ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം. ഞാനും വരാം നിന്റെ കൂടെ. എന്നിട്ട് വേണം പച്ചക്കറിയുടെ വില വിവരം കേട്ടാ അവിടെ ബോധം കെട്ടി വീഴാൻ. ഒന്നും ചെയ്യണ്ട, ഇവിടെ ഇരുന്നാ മതി. ഞാൻ അകത്തു പോയി എന്നാ TV കാണാം. 3 മണി സീരിയൽ കാണാം. അയ്യോ, ഇന്നലെ 3 മണി സീരിയൽ കണ്ട് ബോധം കെട്ടി വീണിട്ട് 6 മണിക്കല്ലേ നിങ്ങൾ എഴുന്നേറ്റത്? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ദൈവത്തെ ഓർത്ത് അവിടെ ഒന്ന് ഇരുന്ന് തന്നാ. ഞാൻ എവിടെയെങ്കിലും ഇരുന്നോളാം. ഞാൻ പെട്ടെന്ന് വരാം. പറഞ്ഞോട്ടാ. ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ, പെട്ടെന്ന് വരാട്ടാ. നിക്കാനാ പറഞ്ഞത്. ഓ അതെ, ഒരു കള്ളൻ ഇങ്ങോട്ട് ഓടി വരുന്ന കണ്ടോ? ഫാദറൊന്ന് പറകൊച്ച പോലീസുകാരും മെനക്കെടുത്താനായിട്ട് നിക്കണവിടെ പിടിക്കല്ലേ ഞാൻ. ആഹാ, നീ എവിടെ പോയി വിളിച്ചാലും ഈ ഉദയം പോലീസ് അസ്തമയത്തിന് മുമ്പ് നിന്നെ ഞാൻ പൊക്കിയിരിക്കും. എന്റെ അടുത്തൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി വീടിനകത്ത് അങ്ങനെ കയറി ഒളിച്ചിരിപ്പുണ്ടോ? ചേച്ചി, ചേച്ചി, ചേട്ടോ, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ല. ഇവിടെ ആരുമില്ല. ഞാനൊരു കള്ളൻ. അല്ല പിന്നെ താനേതാ? ഞാൻ ഇവിടുത്തെ മെയിൻ ആൾ എന്റെ ഭാര്യയാണ്. അവള് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഭാര്യയാണ് മെയിൻ അല്ലേ? അതെ, ഇപ്പൊ ഒരു കള്ളൻ ഇങ്ങോട്ട് വരുന്ന പോന്നത് സാറായിരുന്നു. അല്ല, ഞാനല്ല. ഞാനൊരു കള്ളനെ ഓടിച്ചത് ഇവിടം വരെ കൊണ്ടുവന്നാണ്. അപ്പൊ നേരെ ഓടി തന്റെ വീട്ടിൽ കയറി ഇരിപ്പുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. അയ്യോ, എന്താണ്? എനിക്ക് പേടിയാണ് കള്ളന്മാരെ. പേടിപ്പിക്കാടോ. കള്ളനെ പിടിക്കാനല്ലേ പോലീസായി ഞാൻ വന്നേക്കണം. അപ്പൊ ഈ ഉദയം പോലീസ് അസ്തമനത്തിന് മുമ്പ് അവനെ പിടിച്ചിരിക്കും. പിടിച്ചോ? പിന്നെ ഇവനും കള്ളനും കൂടി വല്ല അഡ്ജസ്റ്റ്മെന്റും ഉണ്ടോ? നിനക്കെന്താടാ ഒരു കള്ള ലക്ഷണം? ലക്ഷണമില്ല, നല്ല ലക്ഷണമല്ലേ ഇപ്പൊ? എന്താടാ നിന്റെ പേര്? കള്ള ലക്ഷണം. KU ലക്ഷ്മണൻ. KU ലക്ഷ്മണൻ. എന്നാലും നിന്നെ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് ഒരു ലക്ഷണപ്പശ ഉണ്ടല്ലോടാ. എന്ന് സാറ് കള്ളനെ പിടിക്കാൻ വന്നാണ്, അല്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കി ലക്ഷണം പറയാൻ വന്നാണ്. പോലീസുകാരുടെ തർക്കുത്തരം പറയുന്നത്. ഇതുപോലെ പ്രതികൾ എങ്ങനെ ചോദ്യം തന്നെ നിനക്കറിയാം. ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. 3-ാം മുറ പ്രയോഗിച്ചാലല്ല. ഉദയം പോലീസ് അസ്തമനത്തിന് മുമ്പ് പ്രതിയെ പിടിച്ചിരിക്കും. ഒന്നും ചെയ്തില്ലല്ലോ. ഹലോ മാഷ, ഞാൻ ജനകീയ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസാ. ഒരു തമാശ പറഞ്ഞ. ഹലോ, ഏയ് ഹലോ ചേച്ചി, ഹലോ. ആരും കണ്ടിട്ടില്ലെന്നോ? ആ സാറേ, ഞാൻ വരാം. ഹലോ. ഹലോ ഇവിടെ. ഹലോ ഇവിടെയാണ്. ഹലോ, ഞാൻ മാറി നിൽക്കാ. എന്നാൽ എന്ത് ഇടിയാണ് സാറേ ഇടിച്ചു? ഒറ്റടിക്കാള് വീണു പോയല്ലോ. ഞാൻ ഇടിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ കൈ വീശിയപ്പോ ജിമ്മി പോണോണ്ട് കാറ്റേറ്റ് വീണാണ്. എന്റെ എന്തു പറ്റി? ആള് തട്ടിപ്പോയി. ഈ നടന്ന സംഭവം ഇല്ലേ, ഞാൻ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. വല്ല അറ്റാക്കുള്ള ആളായിരിക്കും. അതെ, നീ ആ മൊബൈൽ ഇങ്ങോട്ട് വന്നേ. അത് വേണ്ട, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടല്ലേ. ഒരു കാര്യം ചെയ്യും, സാറിന് അറസ്റ്റ്. അല്ല, സാറിന് അറസ്റ്റ്. അവിടെ ഒരു തീരുമാനമായിട്ട് അറസ്റ്റ്. മനുഷ്യനായ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും. നീ അവിടെ നില്ല, ഞാൻ ബലങ്ങെടുത്തിട്ടില്ല. നീ അവിടെ വെറുതെ ഇരിക്കും. ഇവിടുമ്പോ ഹാജരാക്കാനല്ലേ? അങ്ങനെയാണെങ്കിൽ തെളിവെനിക്ക് അവിടെ ഹാജരാക്കാനായിട്ടാണ്. എടാ, ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ഒരു കാര്യം പറയാം. ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നീ എന്നെ കണ്ടിട്ടില്ല. നീ വയ്ക്കോ. അങ്ങനെ വേണം. താൻ എന്നെ ഇത്ര നേരം ഇവിടെ ഓടിച്ചതല്ലേ. അങ്ങനെ വിടാനായിട്ട് എനിക്ക് ഉദ്ദേശമില്ല. എടാ, കുഴപ്പമില്ലടാ, നീ പൊയ്ക്കോടാ. എടാ, നിന്റെ പേരെന്താ പറഞ്ഞത്? ഉദയൻ. നീ പെട്ടടാ ഉദയൻ. ആരെയാണ് വിളിക്കുന്നത്? നിന്നെയാണ് ഞാൻ ഉദയാന്ന് വിളിച്ചത്. ഞാൻ ഒരു പോലീസുകാരൻ, എന്നെ സാറെന്ന് വിളിയടാ. താൻ കൊല കേസിലെ പ്രതി, ഞാൻ മോഷണ കേസിലെ പ്രതി. പ്രതികൾക്ക് ആരായാലും ശരി ജയിലിൽ ഒരേ പരിഗണന ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തിന്നാൻ തയ്യാറായിരിക്കും. അതെ, അങ്ങനെയാണെങ്കിൽ നീ ഈ തെളിവ് നശിപ്പിക്കണം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. രക്ഷിച്ച് എനിക്ക് എന്ത് തരും? ഒരു സവാള അവിടെ ചായ മേടിച്ചു. പിള്ളേർക്ക് മേടിച്ചു കൊടുക്കാം. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്റെ തലയെ കെട്ടി വെച്ച കേസൊക്കെ എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ? ഒഴിവാക്കി തരാം. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നിന്ന് സാറിന് ഞാൻ പുഷ്പം പോലെ ഞാൻ. ആദ്യമായിട്ടാണ് ഒരു പോലീസുകാരനെ പ്രതി കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. എന്തെങ്കിലും ഐഡിയ തോന്നാനുണ്ടോ? ഇതിപ്പോ ഇങ്ങനെ കിടത്തി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഈ വാഴത്തോട്ടത്തിൽ ഇയാൾ കുഴിച്ചിട്ടാല. ഉഗ്രൻ ഐഡിയ. അല്ലെങ്കിൽ കണ്ടാലും അറിയാം ഇവന് ആർക്കെങ്കിലും വള കഴി തീരണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒന്നും നോക്കണ്ട,
ഞാനിവിടെ മൊത്തം നിരീക്ഷിച്ചേക്കാം. നീ പോയി കുഴിയെടുത്തോ, ചെല്ലി. അല്ല പള്ളി പോയി പറഞ്ഞാ മതി. താൻ പോയി കുഴിയെടുക്കും. താനാ DGP അടുത്ത് ഞാൻ ഹാജരാക്കും. കുഴിയെടുക്ക്. എവിടെ എടുക്കണം? കുഴി ഇത് അവിടെ എടുക്കണോ? വാഴയുടെ പുറയിൽ കുഴി എടുക്കാനായിട്ട്. അയ്യോ, ഇവിടെ അവിടെ എടുക്ക്. ഇവിടെ എടുക്കട്ടെ. ഇത്രയും കപ്പ നടാൻ വേണ്ടിട്ടല്ല, ഒരു ബോഡി കുഴിച്ചിടാനായിട്ടാ. അല്ല, ഞങ്ങക്ക് ട്രെയിനിങ് ഇങ്ങനെ ഞാനങ്ങ് മാറിക്ക്. കുഴിക്കല്ലേ? കുഴി എളുപ്പം ആകട്ടെ, നീ ഒന്ന് ചെല്ലുന്ന് എളുപ്പം. എടാ ഒന്ന് പെട്ടെന്ന് ഇല്ലടാ, പോയി കുഴിയടാ. അല്ല ആര്? ഞാനാ? ഞാനിങ്ങനെ ആക്ഷൻ കാണിക്കുന്നു. കുഴിച്ചോ, പെട്ടെന്ന് ആള് വരുമ്പോ കുഴിക്ക്. ആയിക്കോട്ടെ. ഭയങ്കര ചപ്പാളുള്ളത് ഞാൻ. ഭയങ്കര കട്ടിയാണ്. എന്തുകൊണ്ടാണ് എടിയേ? ആ ചേട്ടാ, ആ നമ്മുടെ വീട്ടിൽ ആരാണ്ട് വലിയ കുഴിയൊക്കെ കൂത്തറുണ്ട്. എന്നിട്ട് നിങ്ങൾ വായും പൊളിച്ച് നോക്കി നിൽക്കുവാണോ? പോയി ചെന്നൊന്ന് നോക്ക്. ഞാൻ ചോദിക്കൂല, എനിക്ക് പേടിയാണ്. അതെ, ചിലപ്പോ തൊഴിലുറപ്പ് പദ്ധതിക്കാരായിരിക്കും ട്ടാ. പോലീസുകാരൊക്കെ അല്ലേ തൊഴിലുറപ്പ് പദ്ധതിക്ക്? അയ്യോ, എനിക്ക് തോന്നണേ ഏ? പോലീസുകാർക്ക് പണിയൊന്നും ഇല്ലാണ്ടായപ്പോ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിട്ടേക്കാണെന്ന് തോന്നുന്നു. ഇവിടെ വലിയ കട്ട കുഴി കൂത്തറുണ്ട്. എന്തായാലും നിങ്ങൾ പോയി ചെന്നൊന്ന് നോക്ക്, ഞാൻ പെട്ടെന്ന് വന്നേക്കാം. നീ വേഗം പാട്ടങ്ങട്. ആ ശരി എന്നാ. പേടിയായിട്ട് പോലെ. കുഴി ഓക്കെ ഓക്കെ അല്ല? ഒരു കാര്യം ചെയ്യ്. ബോഡി എടു. ഞാൻ എവിടെ ഓടി നടക്കാനായിട്ട്? ബോഡി നടക്കാനല്ല, ബോഡി പോയി എടുക്കാൻ. ബോഡി പോയി എടുക്കാം. ആരെങ്കിലും വന്ന് എന്താ ഇവിടെ കിടന്ന ബോഡി എന്ത്? അയ്യോ, ഇതെവിടെ പോയി? ഇനി വല്ല ചായ കുടിക്കാൻ പോയി കാണും. പിന്നെ ചത്തവനാണ് ചായ കുടിക്കാൻ പോണത്? അല്ല, ചത്ത് കിടത്താനും ചായ കുടിച്ച് കിടക്കണമെന്നല്ലേ പറഞ്ഞു. അങ്ങനെയല്ല, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണ് എന്റെ ബലമായ സംശയം വെച്ചിട്ടില്ല. കാക്ക കുത്തി കൊണ്ടുപോയെന്നാണ്. എന്നാലും വാ നോക്കാം, എവിടെ നോക്ക്. ആരോട് പറഞ്ഞു കൊടുക്കരുതേ, അത് ഡിലേറ്റ് ചെയ്തേക്കണം. എന്ത് പണ്ടാണ് കാണിക്കണത്? വല്ല കിണർ കൂത്തറാണ്. നമസ്കാരം. നമസ്കാരം. അത് ലക്ഷ്മണ. ഞാനൊരു 15 വർഷമായിട്ട് ഞാൻ എന്റെ കുടുംബം കൂടി ലക്ഷ്മണന്റെ അയൽപ്പക്കത്താണ് താമസിക്കുന്നത്. എനിക്കറിയാലോ സാറേ. ഈ 15 വർഷത്തിനിടയ്ക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ ശബ്ദമൊന്നും പൊങ്ങിയിട്ട് ലക്ഷ്മണൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ കേട്ടില്ല. പക്ഷെ സാറിന്റെ വൈഫിന്റെ ശബ്ദം എപ്പോഴും മുകളിലായിരുന്നു. പക്ഷെ ഇടയ്ക്കൊക്കെ എന്റെ ശബ്ദം പൊങ്ങാറുണ്ട്. അയ്യോ അമ്മേ കൊല്ലല്ലേ എന്ന് പറഞ്ഞല്ലേ, അത് ഞാൻ കേൾക്കാം. അത് വിട്. ഞാനിപ്പോ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. എന്താണ് സാറേ? ആരോട് ചോദിച്ചിട്ടാണ് ലക്ഷ്മണൻ ഇപ്പോൾ ഇവിടെ ഒരു കുഴി കുത്തിയിരിക്കുന്നത്? എന്റെ പറമ്പിൽ ഞാനൊരു കുഴി കുത്തുന്നത് ഞാൻ ആരോടാണ് സാറേ ചോദിക്കുന്നത്? ലക്ഷ്മണൻ ഇവിടെ കുഴി കുത്തിയപ്പോഴേ പൊട്ടിപ്പോയത് വീട്ടിലെന്റെ പൈപ്പാണ്. എന്ത് മര്യാദകരാണ് സാറ് പറഞ്ഞത്? ഞാൻ എന്റെ വീട്ടിൽ കുഴി കുത്തിയപ്പോ സാറിന്റെ പൈപ്പ് എങ്ങനെ പൊട്ടണത്? എന്റെ ലക്ഷ്മണന്റെ വീടിന്റെ മുന്നിലൂടെയാണല്ലോ ജപ്പാൻ പൈപ്പ് പോണത്. അത് ശരി, ജപ്പാന്റെ പൈപ്പ് എന്നോട് ചോദിക്കാണ്ടിട്ടിട്ട് അത് പൊട്ടിപ്പോയെന്ന് ഞാൻ ജപ്പാൻകാർ വന്ന് ചോദിക്കട്ടെ, അപ്പൊ ഞാൻ അവരോട് സമാനം പറയാം. ലക്ഷ്മണൻ ഒന്ന് ശ്രദ്ധിക്കണം. പറയും. എന്റെ ഭാര്യ ബാത്റൂമിൽ സോപ്പ് തേച്ച് കുളിക്കാതെ നിൽക്കാണ്. ഈ വക കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പുള്ളിക്കാരി എന്തൊക്കെ ഇട്ടാണ് കുളിക്കുന്നത് ഞാൻ എങ്ങനെ അറിയാം? അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെന്താണ്? ലക്ഷ്മണൻ ഇവിടെ ഒരു കുഴി കുത്തി. കുഴി കുത്തിയപ്പോ ഒരു പൈപ്പ് പൊട്ടി. പൈപ്പ് പൊട്ടിയപ്പോ വീട്ടിൽ വെള്ളമില്ല. ബാത്റൂമിൽ ഭാര്യ കുളിക്കാൻ വേണ്ടി സോപ്പ് തേച്ച് നിൽക്കണെന്ന്. അത്രയുള്ള അതിപ്പോ പോണത് 2 ബക്കറ്റ് വെള്ളം എടുത്ത് ആ പുള്ളിക്കാരനെ കുളിപ്പിച്ചിട്ട് ഞാൻ വരാന്തേ. അപ്പൊ എന്റെ ഭാര്യനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് നീ മനഃപൂർവ്വമാണ് ഈ പൈപ്പ് പൊട്ടിയത്. വ്യാകരണം നിന്റെ കർണ പൊളിച്ചു പോയി. ബോധം പോയി. ഇതാണ് ഞാൻ വന്നപ്പോ മയത്തിൽ സംസാരിച്ചത്. ദേഷ്യപ്പെട്ട് സംസാരിച്ച ബോധം കിട്ടും. ലക്ഷ്മണ, ആരും കണ്ടില്ല. ഞാൻ എന്തോരം പറഞ്ഞല്ല തനിക്ക് വേണ്ടി നെറിവുള്ള കാക്ക കൊത്തിക്കൊണ്ടുപോയ സാധനം ഇവിടെ തന്നെ കൊണ്ടിട്ടുണ്ട്. ഇനി ഡയലോഗ് പിടിച്ചോ, പിടിച്ചോ. എവിടെ പിടിച്ചാലും ആരാ മനസ്സിലായില്ല? ഞാൻ ഈ വീട്ടിലെയാ. നിങ്ങളാരാ? ഞങ്ങള് ജപ്പാൻ വെള്ള കുടിവെള്ള പദ്ധതിയുടെ പണിക്കാരാ. ഇത് കോൺട്രാക്ടർ, ഞാൻ പണിക്കാരൻ. അതെ. പോലീസുകാരൊക്കെ ഇപ്പൊ ഈ പണിക്കോ? മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവിടുന്ന് ഇവര് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് SI യുടെ അടുത്തൊരു പരാതി വന്നിട്ട് SI എന്നെ പറഞ്ഞു വിട്ടാണ് അതെന്താന്നറിയാവോ, 3-4 മണിക്കൂറായിട്ട് കുഴിയെടുക്കായിരുന്നു. വലിയ കുഴിയാണ്. അപ്പൊ ഇച്ചിരി റെസ്റ്റ് എടുത്തോട്ടെ സാറെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോളാം, നമ്മുടെ പണിക്കാരനാണ്. അയ്യോ, ഇതെന്റെ ഭർത്താവാ. സത്യം പറ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ ചേട്ടനെ എന്താ ചെയ്തേ? എന്റെ അമ്മയാണ് സത്യം, പെങ്ങളാണ് സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ചെയ്തിട്ടാ ഞാൻ കണ്ടു. ഒറ്റയിടി കൊള്ള ഞാൻ കണ്ടതാണ്. ഞാൻ ഷോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കൊള്ള ഞാൻ കണ്ടതാണ്. സത്യം കിട്ടും. എന്റെ പെങ്ങളെ ഇടിച്ചൊന്നുമില്ല. ഞാൻ വെറുതെ ജിമ്മിൽ പോകണ്ട ഒരാഴ്ചയായിട്ട്. അപ്പൊ ഒന്ന് കൈവീശപ്പോ കാറ്റുകൊണ്ട് തെറിച്ച്. അത്രേ ഉള്ളോ? അത്രേ ഉള്ളു. അതെ, എന്റെ ചേട്ടന് ചെറിയൊരു അസുഖമുണ്ടേ, മൈഗ്രെയിന്റെ. മരിക്കണ അസുഖം? അതല്ല, മൈഗ്രെയിൻ, തലവേദന. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ടെൻഷൻ കേട്ടാ മതി, അപ്പൊ തന്നെ തലയിറങ്ങി വീഴും. ഇതിപ്പോ ഞാൻ ശരിയാക്കി തരാം. ചേട്ടാ ചേട്ടാ, എഴുന്നേക്ക് ചേട്ടാ. ഒന്നും പേടിക്കാനില്ല.
എഴുന്നേറ്റോ. ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല. എഴുന്നേറ്റോ, എഴുന്നേറ്റോ. ഒന്നും സംഭവിച്ചിട്ടില്ല. ആ, എഴുന്നേറ്റോ. അതെ, പേടിക്കരുത്. ഇല്ല. സോറി, എന്ത്? നിങ്ങള് ഇത്രയും ഭീകരമായ എവർഗ്രീൻ അസുഖമുള്ള ആളാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അയ്യോ, ഈ എവർഗ്രീൻ അല്ല, പിന്നെ? മൈഗ്രെയിൻ, അതൊരു ഗ്രീൻ ടീ തലവേദന. കുടിച്ചാൽ മാറാവുന്നതല്ലേ ഉള്ളൂ. അതെ, ഞാനൊരു കള്ളനെ പിടിക്കാനായിട്ട് ഓടി വന്നതാണ്. അങ്ങനെ ചെറിയൊരു ഇതുണ്ടായി, എന്നാലും കുഴപ്പമില്ല. അത് ശരി. എന്നിട്ട് കള്ളനെ പിടിച്ചില്ലേ? കള്ളനെ ഞാൻ എപ്പോ അറസ്റ്റ് ചെയ്ത് നോക്കിയാ മതി. സ്റ്റേഷനിലോട്ട് പോവാം. ശരിയാ? അതെ, അങ്ങനെ പോയാൽ എങ്ങനെയാ? എന്താ? അണ്ടകടാഹം പോലത്തെ ഒരു കുഴി അവിടെ കുഴിച്ചിട്ടിട്ട് അത് മൂടാണ്ട് പോയാൽ എങ്ങനെയാ എന്താ ശരിയാ? അവര് പോയിക്കോട്ടെ, ഞാൻ മൂടിക്കോളാം. എന്നിട്ട് വേണം നിങ്ങൾ ബോധം കെട്ട് അതിനകത്തേക്ക് വീഴാൻ. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കുഴി ഞാൻ ആദ്യമായിട്ട് കുഴിക്കണം. പക്ഷെ അതൊരു പ്രയോജനം ഇല്ലാത്ത കുഴിയായി പോയല്ലാതെ ആലോചിക്കുമ്പോൾ പ്രയോജനം ഉണ്ടാകും സാറേ. ഇന്നലെ ഞാൻ കക്കാൻ കയറി വീട്ടിലെ തള്ളേനാ തല്ലിക്കൊന്ന് ചാക്കിലാക്കി എന്റെ വീട്ടിലെ ചായപ്പി കൊണ്ട് വെച്ചിട്ടുണ്ട്. അവരെടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കുഴിച്ചിട്ടാരാ. അപ്പൊ നീ ആള് പുലിയാണല്ലാണ്. ഉടനെ നീ ഒരു ഹെൽമെറ്റ് എടുത്ത് വെച്ചോ. ഏരി വെച്ചു സാറേ. പെട്ടെന്ന് ആയിക്കോട്ടെ. എന്തിനാ സാറേ ഹെൽമെറ്റ്? ഹെൽമെറ്റാ പ്രതിനെ ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാനേ ഹെൽമെറ്റ് വെക്കണത് ഇപ്പോഴത്തെ ഒരു ഫാഷനാ. നടക്കണം. പോയോ? പോയാ അടുത്തതായിട്ട് ജിപിക്ക് PhD കിട്ടിയ ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. മറ്റേ ഡംഷർ ആർട്സ് എന്ന് പറയുന്ന ഗെയിം ഉണ്ടല്ലോ, ആ ഒരു കളിയിൽ എക്സ്പേർട്ട് ആണ്. ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡംഷർ ആർട്സ് സാധാരണ നമ്മുടെ സിനിമ പേരാണല്ലോ, ഇതൊരു പഴഞ്ചൊല്ലായിരിക്കും. അപ്പോ പഴഞ്ചൊല്ലായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ അഭിനയിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഡംഷർ ആർട്സ് അറിയണം, പഴഞ്ചൊല്ലും അറിഞ്ഞിരിക്കണം. താങ്ക്സ് അറിയാം. ഇത്ര അക്രമൊന്നും ഉണ്ടായിരുന്നില്ല നീ അന്നാ വന്നപ്പോ. എന്നിട്ട് ഞങ്ങളുടെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടാവും. അതെനിക്ക് മനസ്സിലായി. പച്ച ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണല്ലേ നമുക്ക് പണി തരാനായിട്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ? സഹായിക്കണം കേട്ടോ. നമ്മളൊക്കെ ഒരു ടീം, ഇവര് വേറെ ടീം. ഇല്ല, അയ്യോ ദൈവമേ. ചെക്ക് ചെക്ക് അല്ലല്ലേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മളൊക്കെ ഒരു ടീം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂടെ നിക്കണേ. അപ്പോ ഐശ്വര്യമായിട്ട് എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ എടുക്കാം, ലക്ഷ്മി എടുക്കണ്ട. ഞാൻ എടുക്കുന്നു, GP പറയുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത് കാണും. ഓഡിയൻസ് ഒരു കാരണവശാലും GPനെ സപ്പോർട്ട് ചെയ്യരുത്. GP ഈ പറയുന്ന ഈ ഡംഷർ ആർട്സ് ഗെയിമിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. വിത്തിൻ സെക്കൻഡ്സ് മാൻ. മഴ, ഇടിവെട്ട്, പാമ്പ്. ഇടിവെട്ടിയവന്റെ തലയില് പാമ്പ് കടിച്ചു. അതാണോ? കറക്റ്റല്ലേ? അല്ല, ഇടിവെട്ടിയവന്റെ തലയിൽ തലയുടെ വേറെ പേരാണ്. അതെ അതെ, അത് തന്നെയാണ്. മഴയുണ്ടോ? ഓ അത് ശരി. ഇടിവെട്ടുണ്ട്, പാമ്പുണ്ട്. വല്ലാത്ത പാമ്പായി പോയിട്ടോ. പാമ്പ് ചത്തോ? പാമ്പ് കൊത്തി. ഇടിവെട്ടിയവനെ പാമ്പ് പാമ്പ് കടിച്ചു. അതല്ല, ഇവന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കണേ. അല്ലെങ്കിൽ തലയെ ഉപയോഗിക്കാത്ത ഇവൻ തലയൊക്കെ എവിടുന്ന് കൊണ്ടുവന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി മേനോൻ എടുക്കുന്നു, ഞാൻ അഭിനയിക്കുന്നു. കണ്ടില്ല. അപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സിന്റെ പെർഫോമൻസിലേക്ക് നമ്മൾ പോവുകയാണ്. വിനയ്, കുറച്ച് വാമപ്പൊക്കെ ചെയ്യണം. മെത്തേഡ് ആക്ടിങ്. ചെണ്ട വിറ്റ് കാശാക്കി വരണം. ഒരു ചെണ്ട വാങ്ങാൻ ആഗ്രഹമുണ്ട്. ചെണ്ട ചെണ്ടനെ തല്ലി സംഭവം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു മിനിറ്റ്, എന്തോ ചെണ്ട കുട്ടുന്ന. അയ്യോ അല്ല, അതല്ല 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 പണം വാങ്ങാൻ മാരാർ പൈസ വാങ്ങുന്ന. അല്ലല്ല, അതൊന്നും അല്ല. പണം വാങ്ങാൻ മാരാർ പൈസ വാങ്ങുന്ന ചെണ്ട. പറയൂ. തല്ലുള്ള ചേട്ടാ പണം വാങ്ങാൻ മാരാർ അല്ലേ? അല്ല 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 അല്ല, ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ തല്ലുപിടിക്കാൻ. അപ്പോ ഈ സെഷനിലെ അവസാനത്തെ ഗെയിമാണിത് അല്ലേ?
അപ്പോ ലക്ഷ്മി എടുക്കുന്നു GP വീണ്ടും 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 GP അഭിനയിക്കുന്നു സെക്കൻഡ്സിനുള്ളിൽ Within seconds. ഞാനിത് കാണിച്ച് പറഞ്ഞിരിക്കും. ഇതെന്തായാലും എളുപ്പാണോ? എളുപ്പല്ലേ? അല്ലേ? മൊട്ടത്തല അല്ല വിനയ് ചേട്ടൻ കോട്ട് ജാക്കറ്റ് നിക്ക് ഞാൻ പറയാം. മാല ആ പിന്നെന്നതെല്ലാം പൊന്നല്ല. മാല ഡോക്ടർ GP കൊരങ്ങൻ അത് തന്നെ, correct ആയിട്ട് പറഞ്ഞില്ലേ? ഒരു ഇടിയറ്റ് നടന്നേ. GP തോന്നുന്നു. അതന്നെ കൊരങ്ങനാ കൊരങ്ങൻ GP കൊരങ്ങനാണ്. മാല GP കൊരങ്ങനായ GP മാലയിട്ടു. കൈ വെച്ചിട്ട് മാലയിട്ടു. അല്ല അതൊരു തല കാണിച്ചു. GP കൊരങ്ങനാണ് അല്ലേ? GP കൊരങ്ങനാണ്. പക്ഷെ കൊരങ്ങനായ GPക്ക് ഒരു മാലയുണ്ട്. നീ മിണ്ടാതിരിക്കടാ. അതന്നെ ചവിട്ടിക്കൊല്ലു. കൊരങ്ങൻ കയ്യിൽ മാല. കൊരങ്ങന്റെ കയ്യിൽ പോ മാല. പിന്നെ അല്ല. ഞാൻ എത്ര നേരം കാണിച്ചു ഇവൻ മാല. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞറിയോ? എന്റെ പേര് പറഞ്ഞല്ലേ? GP കൊരങ്ങൻ. അല്ലാതെ GP പറഞ്ഞിട്ട് ഇവനെ കൊരങ്ങനെന്ന് വെച്ചാ. പറഞ്ഞില്ല. നിങ്ങൾ രണ്ടുപേരും ഒരു ടീമല്ലേ? അല്ല അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉള്ളൂട്ടാ. ഇവര് ഒരു ടീമാണെന്ന് വീണ്ടും വീണ്ടും മനസ്സിലായില്ലേ? കയ്യടി വേണം. കയ്യടി എന്താടാ ഇത്? സുൽത്താനോ? ഏതാണ് ഈ ചെകുത്താൻ? സുൽത്താനോ? ഇവിടെ ഇത്ര മറ്റേ ചേച്ചിമാരും പെങ്ങാമാരൊക്കെ നിൽക്കുമ്പോ നീ സ്റ്റഡി ഇട്ട് ഇവിടെ വരുന്നത് ശരിയാ? ഇവിടെ ഇത്ര ആൾക്കാരുണ്ട് ശരി. അതിനെന്താ പ്രശ്നം? ഞാൻ ഷെഡ് ഇട്ടോണ്ടല്ലേ വന്നേ, അല്ലാതെ ഇടാറില്ലല്ലോ. ഇടാതെ വന്നാലല്ലേ പ്രശ്നം. എടാ ഇത് നോക്കിയേ, നിന്റെ അമ്മേനെ പോലെ അല്ലെങ്കിൽ പെങ്ങാമാരെ പോലെയുള്ള ആളുകളൊക്കെ നിൽക്കുമ്പോ ഫാമിലിയൊക്കെ ഉണ്ട്. എത്ര ഫാമിലി ഉണ്ട് ഇവിടെ? അവരുടെ മുമ്പിലാണോ നീ? ഇവിടെ 56 വയസ്സുള്ള സൽമാൻ ഖാൻ ഒരു ഇത്രയും പോകുന്ന ചെടിയിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു. അത് കാണാൻ വേണ്ടി 150 രൂപ മുടക്കി ഈ ഫാമിലി ഒക്കെ കാണാൻ പോകുന്നു. അപ്പൊ ഒരു പ്രശ്നമല്ല. ഞാൻ ഇത്രയും പോകുന്ന ഞാൻ ഈ കുഞ്ഞു ചെടിയിട്ടോളൂ. അതാണ് പ്രശ്നം. അതവിടുത്തെ ന്യായം. സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമയില് സൽമാൻ ഖാൻ ഒരു യോദ്ധാവാണ്. യോദ്ധാവ് അതെന്താ? യോദ്ധാവ് എന്ന് പറഞ്ഞാൽ മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ് ധീര യോദ്ധാവ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ട് ഒരു യോദ്ധാവ്. എവിടെ? ഞങ്ങളുടെ നാട്ടില്. ആണോ? ഇപ്പൊ കൊടുക്കുന്ന വേലായുധേട്ടൻ. പുള്ളിയോ? പുള്ളി ഈ പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്ത് ഇടിച്ചു മാറ്റിക്കൊണ്ട് കയറി കളയും. അതല്ലേ യോദ്ധാവ് ആവാനാണ് ഉദ്ദേശം. അതിന് ഇങ്ങനെ നടന്ന പറയോ? ഒരു കായികക്ഷമതയൊക്കെ വേണം. അത് വേണം. ഓട്ടം ചാട്ടം പരിപാടികളൊക്കെ ഉണ്ടോ? ചേട്ടാ കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ച സ്കൂളില് ഓട്ടത്തിനും ചാട്ടത്തിനും ഫസ്റ്റ് ഞാനായിരുന്നു. പ്രൈസസ് ഒക്കെ എവിടെ? പ്രൈസ് കിട്ടിയില്ല, TC കിട്ടി. അതെന്താ TC? അതായത് ഈ ഓട്ടം എന്ന് പറഞ്ഞാലേ ഞാൻ ഈ ക്ലാസ് ബെല്ലടിക്കുന്നതിന് മുന്നേ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകും. അതാണ് ഓട്ടം. പിന്നെ ചാട്ടം എന്ന് പറഞ്ഞാല് ക്ലാസ് ഇടയ്ക്ക് ബോറടിക്കലോ, അപ്പൊ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ജനലിന്റെ മേലെ കൂടേണ്ട ഒരു ചാട്ടം. അതാണ് ചാട്ടം. പിന്നെ ചേട്ടാ ഈ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ജിമ്മിലൊക്കെ പോകാറുണ്ടോ? ഞാൻ ജിമ്മിലൊന്നും പോകാറില്ല. നമ്മള് നമ്മുടെ ഈ ഇപ്പൊ വർക്കുകൾ തന്നെ അത്യാവശ്യം ഉണ്ടല്ലോ. ഹാർഡ് വർക്കിംഗ് ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പൊ എവിടെ പോയി നോക്കി കഴിഞ്ഞാലും ഏത് രാജ്യത്തും ഹാർഡ് വർക്ക് ചെയ്യാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് ഒഴിച്ച് എവിടെ? കേരളത്തില്. ഇവിടെ അധ്വാനിക്കുന്നത് മൊത്തം ബംഗാളികളല്ലേ. പിന്നെ ചേട്ടന് ഏത് രാജ്യത്തൊക്കെ പോയിട്ടുണ്ട്? കാനഡ, അമേരിക്ക, അവിടൊക്കെ പോയിട്ടുണ്ട്. അടുത്ത ജന്മത്തില് ചേട്ടന് ഏത് രാജ്യത്ത് ജനിക്കാനാണ് ആഗ്രഹം? എനിക്ക് ഇന്ത്യയിൽ തന്നെ ജനിക്കാനാണ് ആഗ്രഹം. പക്ഷെ ഒരു ഡിഫറൻസ് വേണ്ട. സ്റ്റേറ്റ് മാറാം. കാശ്മീർ. പക്ഷെ എനിക്ക് കേരളത്തിൽ തന്നെ ഇഷ്ടം. അയ്യേ എന്തിനാണ്? എനിക്ക് വേറെ ഭാഷ അറിയില്ലല്ലോ, മലയാളം അല്ലാതെ. അവിടെ കാശ്മീരൊക്കെ പോയി പെട്ടൂലേ? ചേട്ടൻ ആളുകളൊക്കെ എന്താ വിളിക്കുന്നത്? എന്നെ GP. GPയോ? അത് ഈ വണ്ടിക്കുണ്ടല്ലോ. GP അല്ല GP. GP എന്ന് പറഞ്ഞാ ഗോവിന്ദ് പത്മസൂര്യൻ. അല്ലാതെ ജീവിതം പരാജയം എന്നല്ലല്ലോ. ഇത്രയുള്ള പിപിയുടെ അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവൻ GP നെ കളിയാക്കിയ. ഒന്നും ചെയ്യണ്ട, ഇവനാ ഇടിച്ചു ഓടിക്കാൻ വിട്ടോ. പിന്നെ
എന്താണ്? ഇനി ഞാനൊരു നഗ്ന സത്യം വെളിപ്പെടുത്തട്ടെ. അയ്യോ ഇത്രയും നഗ്നത പോരെ. അതല്ല, കുളിക്കാൻ വേണ്ടിട്ടേ എണ്ണ തേപ്പിച്ച് നിർത്തിയത് അമ്മ വീട്ടില്. അവിടുന്ന് ഓടി പോന്നതാ. ഇറങ്ങി ഓടിയല്ലേ? ഓടിച്ചല്ലേ? അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു ഇന്ന്. GP ഇവിടെ വന്നിരിക്കുന്നത് പ്രേതം എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പ്രേതത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രേതം ഒരു ഫാമിലി ആയിട്ട് പോയിരുന്ന് വളരെ രസകരമായിട്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു പ്രേത സിനിമയായിരിക്കും ഇത്. എപ്പോഴും ഈ പ്രേതം എന്ന് പറയുമ്പോൾ എല്ലാവരും പേടി മാത്രമേ ഉള്ളൂ എന്ന് വരും. നമ്മള് ഒരു വാട്ടർ തീം പാർക്കിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ്, ഒരു റോളർ കോസ്റ്റർ റൈഡ് കയറുമ്പോൾ അതിൽ കയറാൻ നമുക്ക് ഇഷ്ടമാണ് എന്നാൽ ചെറിയൊരു പേടിയുണ്ടാവും. അതേപോലെ ആയിരിക്കും പ്രേതം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലത്തെ ഒരു പാക്കേജിനെയൊക്കെയാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ ചെറിയൊരു പേടിയും ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും കയറാൻ ആഗ്രഹിക്കുന്ന ഒരു ഫൺ റൈഡ് ആയിരിക്കും ഈ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിന്റെ പ്രേതം. GP പറഞ്ഞ പോലെ തന്നെ ആവട്ടെ പ്രേതം അല്ല, എല്ലാ തരത്തിലെ ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സിനിമയാവട്ടെ പ്രേതം. ആ ഹാപ്പി നോട്ടിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്കച്ചുള്ളയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഉഗ്രൻ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.